ഹായ് ഗേയ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എത്രത്തോളം ഇഷ്ടമാകുന്നൊന്നും അറിയില്ല. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ ശേഷം വെള്ളമൊക്കെ കുടിച്ച് അതിന് ശേഷമാണ് ഇപ്പോൾ ചായ എടുത്ത് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു പാൽ ചായ മസ്റ്റാണ്. അപ്പോൾ അതിലോട്ട് വല്ല ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അതിലോട്ട് ഇങ്ങനെ ഒപ്പി കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അതിന് ശേഷമാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് പോകാറ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് പുട്ടും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുക്കാറ് അജ്മീൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ. നല്ല പുട്ടുപൊടിയാണത്. അപ്പോൾ അതിലോട്ട് ഒരു 10 മിനിറ്റ് മുന്നേ അതിന് ശേഷം വെള്ളം ഒഴിച്ച് വെക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചത്തേക്ക് ഞാൻ വെള്ളരിക്കക്കറിയും കയ്പക്ക ഉപ്പേരിയാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ മീനുണ്ട്, അതുപോലെ തന്നെ പപ്പടമുണ്ട്. പച്ചക്കറി എനിക്ക് എൻ്റെ മേമാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവർ നട്ട് വളർത്തുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് എനിക്ക് കുറച്ച് പച്ചക്കറി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് മീനാവൂലിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് മസാലയൊക്കെ പെട്ടിട്ട് അത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ചായയും ബിസ്ക്കറ്റും. അപ്പോൾ പാൽ ചായയും കഴിക്കാൻ പറ്റിയ പാൽ ബിസ്ക്കറ്റാണ് കേട്ടോ. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബിസ്ക്കറ്റാണത്. അപ്പോൾ ഇതാ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് കുറച്ച് ബീഫ് കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്കാനെ കൊണ്ട് തന്നെ വെപ്പിച്ചു കേട്ടോ. ഇക്ക വെച്ച നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇക്കാനെ കൊണ്ട് തന്നെ ബിരിയാണി വെപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇതാ ഞാനന്ന് വൈകുന്നേരത്തെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പിറ്റേന്ന് രാവിലത്തേന്. അപ്പോൾ രാവിലെ നമ്മൾ പത്തിരിയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിനിയിപ്പോൾ എത്ര വലുതായാലും എത്ര നമ്മൾ കുക്ക് ചെയ്യാൻ പഠിച്ചാലും നമ്മളെ വീട്ടിൽ വന്ന് നമ്മൾ ഉമ്മാരുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ആ ഒരു രുചി എനിക്കിതുവരെ ഒന്നിനും കിട്ടിയിട്ടില്ല കേട്ടോ. നിങ്ങളുടെയൊക്കെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ വീഡിയോ താഴെ അറിയിക്കുമല്ലോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കേട്ടോ. പുതിയൊരു വീഡിയോ ഉണ്ട് വരുന്നത് വരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.